ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അപ്പോൾ അപേക്ഷ ഫീസൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലാണ് വിവിധ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് ബേസ്ഡിലുള്ള നിയമനമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. CMD വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 20/2/2024 മുതലാണ്. 5/3/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ ആദ്യം എൻവയോൺമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1/2/2024 പോസ്റ്റ് കോഡ് വരുന്നത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് എൻവയോൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലുള്ള MSc അല്ലെങ്കിൽ MTech ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 1,25,000 മുതൽ 1,75,000 രൂപ വരെയാണ് ലഭിക്കുക. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. അടുത്തത് പ്രൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പോസ്റ്റ് കോഡ് വരുന്നത് 2/2024 ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോട് കൂടിയുള്ള MTech സിവിൽ അല്ലെങ്കിൽ 60% മാർക്കോട് കൂടിയുള്ള BTech സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. സാലറി 1,25,000 മുതൽ 1,70,000 രൂപ വരെയാണ് ലഭിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. അടുത്തത് കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 3/2024 പോസ്റ്റ് കോഡ് വരുന്നത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെയുള്ള MTech സിവിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ 60% മാർക്കോടെയുള്ള BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 1,25,000 മുതൽ 1,70,000 രൂപ വരെയാണ്. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. അടുത്തത് സോഷ്യൽ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പോസ്റ്റ് കോഡ് 4/2024 ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെയുള്ള MSW ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. സാലറി വരുന്നത് 1,25,000 മുതൽ 1,70,000 രൂപ വരെയാണ്. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. അടുത്തത് എക്സ്റ്റേണൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5/2024 പോസ്റ്റ് കോഡ് വരുന്നത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെയുള്ള MTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 60% മാർക്കോടെയുള്ള BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി 1,25,000 മുതൽ 1,70,000 രൂപ വരെയാണ്. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് ഓഫീസേഴ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 6/2024 പോസ്റ്റ് കോഡ് വരുന്നത്. ടോട്ടൽ 4 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കിൽ കുറയാതെയുള്ള ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. റെമ്യൂണറേഷൻ വരുന്നത് കാറ്റഗറി 3 അടിസ്ഥാനത്തിലുള്ള സാലറിയാണ് ഉണ്ടായിരിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് ഫിനാൻസ് മാനേജർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 7/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോട് കൂടിയുള്ള BCom ഉണ്ടായിരിക്കണം. കൂടാതെ ടാലിയിലുള്ള നോളജും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. കാറ്റഗറി 4 അടിസ്ഥാനത്തിലുള്ള റെമ്യൂണറേഷനാണ് ഉണ്ടായിരിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്. അടുത്തത് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പോസ്റ്റ് കോഡ് വരുന്നത് 8/2024 ടോട്ടൽ 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോട് കൂടിയുള്ള BCom ഉണ്ടായിരിക്കണം. കൂടാതെ ടാലിയിലുള്ള നോളജും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. കാറ്റഗറി 3 അടിസ്ഥാനത്തിലുള്ള റെമ്യൂണറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്.
അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള പോസ്റ്റുകളിലേക്ക് ടെക്നിക്കൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 6 മുതൽ 8 വരെയുള്ള പോസ്റ്റുകളിലേക്ക് പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. 1 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണെങ്കിലും കൂട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ SMS വഴിയോ ഫർദർ ഡീറ്റെയിൽസ് അവർ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. റിട്ടേൺ ടെസ്റ്റ് ഇംഗ്ലീഷിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ CV-യും 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും കൂടാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും ആപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും JPG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 200 KB താഴെ പാടുള്ളൂ. സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ CV-യും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും JPG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ ആയിരിക്കണം. അതിൻ്റെ സൈസും 3 MB കൂടാൻ പാടില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.